ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ വിദഗ്ധ സംഘം വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖല സന്ദർശിച്ച് പഠനം തുടങ്ങി. ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി അടങ്ങുന്ന 6 സംഘം 10 ദിവസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. അതിനിടെ വെള്ളാർമലയിലെ തിരച്ചിലിൽ ഒരു ശരീരഭാഗം കൂടി ഇന്ന് കണ്ടെടുത്തു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. ദുരന്തമുണ്ടായി 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ തിരച്ചിൽ നടത്താത്ത കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി വെള്ളാർമല സ്കൂൾ കെട്ടിടത്തിന്റെ ഉൾവശത്താണ് തെരച്ചിൽ നടത്തിയത്. അതിനിടെ വെള്ളാർമലയുടെ മുകൾ ഭാഗത്തു നിന്ന് ഫയർഫോഴ്സിന്റെ തെരച്ചിലിൽ ശരീരഭാഗം കണ്ടെത്തി. നമ്മുടെ വെള്ളാർമല മുകൾ ഭാഗത്താണ്. ഇവിടെ ഞങ്ങൾ സെർച്ചിങ് തന്നെയാണ് നോക്കുന്നത്. അതിൽ കുറെ ഡോക്യുമെന്റ് കാര്യങ്ങളുണ്ട് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ ഈ മലവെള്ളപ്പാച്ചൽ, ഈ ഉരുൾപൊട്ടൽ പാച്ചലിൽ അതിൽ ബോഡി കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത്. ദുരന്ത കാരണം പഠിക്കാൻ ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ 6 അംഗ വിദഗ്ധ സംഘം ദുരന്ത മേഖല സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി തുടങ്ങി. ദേശീയ ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി അടങ്ങുന്ന സംഘം 10 ദിവസത്തിനകം സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിന്റെ പ്രഭവ സ്ഥാനം മുതൽ താഴോട്ട് വന്നിട്ട് ഇതിന്റെ കാരണം എന്താണ്, ഇതിന്റെ പ്രഭാവം എന്താണ്, ഇതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന അൺസ്റ്റെബിലിറ്റി, ദുർബല പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത്. തുരങ്കപാത ഉപേക്ഷിക്കുക, അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി കൽപ്പറ്റ കളക്ടറേറ്റിന് മുന്നിൽ ഉപവസിച്ചു. 24 വയനാട്.